ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ആഫ്റ്റർ മഗ്‌രിബ് വിശേഷങ്ങളാണ്. എന്നും വിചാരിക്കും ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കണം അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും അറിയില്ല, സമയം തികയുന്നില്ല. ഇന്ന് എനിക്ക് കുറേ പാത്രങ്ങൾ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വൈറ്റ് കിച്ചണിലോട്ട് ഹൈ ചെയർസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് മറന്നുപോയൊരു കാര്യമായിരുന്നു, ഹൈ ചെയർസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ദിവസമാണ് ഓർത്തതള്ളൂ ഇവിടെ ചെയർ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തതൊക്കെ കേട്ടോ. അപ്പോൾ റൂഹിൻ്റെ മെയിൻ ജോലി ഇപ്പോൾ ഇതാണ്, വെറുതെ ഇരിക്കല്ലേ. ഇവിടെ ടി വി വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കളിക്കലും ചാടിക്കളിക്കലും മീൻസ് ഇരുന്ന് ചെയ്യുന്ന പണികളും കളിക്കലും ഒക്കെ തന്നെയാണ് പണി. ടി വി ഉണ്ടെങ്കിൽ ടി വിൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതാ അങ്ങനെ സ്റ്റെപ്പ് വന്ന് ചാടലാണ് അവളെ ഹോബി കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ മക്കളെ കൂടെ കളിച്ചിട്ട് അവരെ കൂടെയാണല്ലോ കളി. അപ്പോൾ അത് ആൺകുട്ടികളല്ലേ, അപ്പോൾ അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടെ പണി. ഉമ്മ അവിടെ ഓതാണ്. പിന്നെ ആരൊക്കെ ചോദിച്ചിരുന്നു ഉമ്മാൻ്റെ റൂം ഏതൊക്കെയാണെന്നുള്ളത്. ഇതാണ് ഉമ്മാൻ്റെ റൂം കേട്ടോ. പിന്നെ ഇനിയും മേലെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ താഴത്തേക്ക് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീനോടും റോസിനോടും. അപ്പോൾ റൂഹി പുറകെ നടക്കുകയാണ് അവരെ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൊടുത്തു, അതിൽ തെറ്റിപ്പോയി ആള്. നോക്കട്ടെ, എന്തേ തെറ്റിയാ? തെറ്റില്ല. ചിരിച്ച ചിരിച്ച ഇപ്പൊ ചിരിക്കും. എന്ത് ഇങ്ങനെ പിടിച്ചിക്കണ്? തെറ്റിയതാ? എന്നാ ചിരിക്കും. അപ്പൊ ഇയല്ലേ ഉമ്മ പോയിന്ന് അടിച്ചില്ലേ? അടിച്ചില്ലേ? ഒറ്റ അടിച്ചില്ലേ? ഇങ്ങോട്ട് റോയി തെറ്റിയില്ലേ? തെറ്റിയാ? എന്തിനാ? അതെന്താ? എൻ്റെ കുട്ടി തല മുട്ടി. പപ്പാണ് പറഞ്ഞു കൊടുക്കണം, കുട്ടി തല വെച്ച് മുട്ടിക്കണെന്ന്. അന്ന് ഇന്നമ്മ പോട്ടെ, ഇന്നപ്പം എവിടേക്കെങ്കിലും പോട്ടെ, ഞാൻ പോട്ടെ. റൂമിമോൾ പെട്ടെന്ന് പിണങ്ങും, എന്നാൽ പെട്ടെന്ന് റെഡിയാവും ചെയ്യും. അവൾക്ക് അങ്ങനെ ഒരുപാട് നേരമൊന്നും ദേഷ്യം പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം തന്നെ സോൾവ് ആവും, മറന്നു പോവും. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരുപാട് നേരമൊന്നും നിൽക്കില്ല. അപ്പോൾ എന്താ നമ്മുടെ വൈറ്റ് കിച്ചൺ അങ്ങനെ എപ്പോഴും കാണിക്കാറില്ല. ഇത് കൊണ്ടു നടക്കാൻ ഭയങ്കര പാടാട്ടോ, എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും പൊടി പിടിക്കുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടക്കണം. ഇതാണ് നമ്മൾ വൈറ്റ് കിച്ചണിലോട്ടുള്ള ചെയർസ് കേട്ടോ. ചെയർസ് 3 എണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്തെന്നറിയോ? ഈ ചെയറിൻ്റെ നമ്മൾ വീട്ടിൽ എനിക്ക് ഗോൾഡൻ കളർ ഈ ചെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നമ്മുടെ കിച്ചണത്തെ കളർ നോക്കിയില്ല. കിച്ചണത്ത് ഗോൾഡൻ അല്ലല്ലോ അതിൻ്റെ ആ ഒരു നോബൊക്കെ വെച്ചിട്ടുള്ളത്. വേറൊരു ബ്ലാക്ക് കളർ, ഒരു ഗ്രേഷ് ബ്ലാക്ക്, ഒരു മെറ്റാലിക് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൻ്റെ ലെഗ് അത് പറയാൻ വിട്ടുപോയി. ഞാൻ ഗോൾഡൻ്റെ ആ ഭംഗി കൊണ്ട് ഗോൾഡനെ പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു കിച്ചണിലോട്ട് ഒരു മാച്ചിങ് വരുന്നില്ല. പക്ഷെ സെപ്പറേറ്റ് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ റോസിനോട് ഞാനത് കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞ ആ കവറ്. അവൾ റോസു ഒറ്റയടിക്ക് കാൽമേണ്ട് കുത്തി, ബ്ലഡ് വന്ന്. എന്തെങ്കിലുമൊക്കെ മക്കളോട് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും വേണ്ട, നമ്മൾ തന്നെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അവസാനം പിന്നെ റോസിനെ മാറ്റി. അവൾക്ക് പിന്നെ ക്ലാസ് തുടങ്ങാനുള്ള സമയമായിരുന്നു. അപ്പം വേഗം റീനോടും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഇന്ന് ഡിന്നർ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല, ഇന്ന് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഫുഡ് ഉണ്ടാക്കണ തിരക്കാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന്. അപ്പോൾ ഇന്ന് റോസുവിൻ്റെ ഓൺലൈൻ ട്യൂഷന് നമ്മൾ രാത്രിയിലാണ് വെച്ചത്. കാരണം രാവിലെ എനിക്ക് 1-2 പണികളൊക്കെ ഉണ്ടായിരുന്നു. റുഹിനോ. അപ്പോൾ റോസുവിൻ്റെ ഓൺലൈൻ ട്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ റോസുവിൻ്റെ ക്ലാസ്സിലാണ്, ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ഗ്രേഡ് 7 ക്ലാസ് ഇപ്പം ചെറുതായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വേണ്ടല്ലോ മക്കൾക്ക് പെട്ടെന്ന് ഗ്രേഡ് 7 പോകുമ്പോഴേ. അപ്പോൾ റോസ് പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് ആൽബഡോ എഡ്യൂക്കേറ്ററിലാണ്. ഞാനത് എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയുന്നതുമാണ്, കൊടുക്കുന്നതുമാണ്. ഞാൻ ബാക്കി വിശേഷങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പറയാം കേട്ടോ.
അപ്പോൾ ആൽബഡോ എഡ്യൂക്കേറ്ററിൻ്റെ വീഡിയോ ഇടുമ്പോൾ എപ്പോഴും എന്നോട് നമ്മുടെ വ്യൂവേഴ്സ് പിന്നെയും ചോദിക്കും എങ്ങനെയാണ് ക്ലാസ് നല്ലത് തന്നെയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഞാൻ എന്ത് ഷെയർ ചെയ്യുമ്പോഴും നല്ലത് നോക്കിയിട്ട് തന്നെ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ആൽബഡോയിൽ റോസു പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. അപ്പം അതിൻ്റെ ഒരു മാറ്റം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് റോസിൻ്റെ കാര്യത്തിലൊന്നും പുറകെ നടന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കാനൊന്നും സമയം ഉണ്ടാവാറില്ല. അപ്പം ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ ഉള്ളതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരാറില്ല. ഇപ്പം സ്കൂളിലെ കാര്യങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അന്നന്ന് ഈ മാം പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അതൊന്ന് റിവൈസ് ചെയ്ത് കൊടുക്കും സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പം അതുപോലെ തന്നെ ഹോം വർക്ക്സ് ഉണ്ടെങ്കിൽ അത് അവരെ ഹോം വർക്ക്സ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാരൻറ്റ് ചെയ്യുന്നതിലുപരി ടീച്ചേഴ്സ് ആകുമ്പോൾ ഒന്നുകൂടെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടും കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾ വെറുതെ ഇരിക്കില്ല. നമ്മളെപ്പോഴും കുട്ടികളെ പുറകെ നടന്നിട്ട് ചെയ്യുക അങ്ങനെ പറയാൻ നമുക്ക് എന്തായാലും പാരൻസിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ ടീച്ചേഴ്സിന് ഇതുപോലെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. ആ കുട്ടീനെ മാത്രം എന്താ പറയുക, നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ടീച്ചർ ഉണ്ടാവുന്നത് വളരെ നല്ലതല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാരൻസിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ പറ്റുന്നവർ ഓൺലൈൻ ട്യൂഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽബഡോ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ എപ്പോഴും പറയുന്നത് തന്നെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അതിലൊരു ഡൗട്ട് വേണ്ട. പിന്നെ റോസിൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിൽ നല്ല ടീച്ചേഴ്സാണ്. അപ്പോൾ ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ടീച്ചേഴ്സ് അത് നിങ്ങൾക്ക് തോന്നുകയാണ് അത്ര നല്ലതായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് ടീച്ചറിനെ മാറ്റി തരണം എന്നുള്ളത്. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ റീഓപ്പൺ ആവാൻ പോവല്ലേ, തീർച്ചയായിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിന് നമ്മൾ കുട്ടിക്ക് നമ്മൾ പാരൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിന് മക്കൾക്ക് അത്രയൊരു പേഴ്സണൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് കൊടുക്കുകയാണ്, അക്കാഡമിക് ഇയറിന് സ്റ്റാർട്ടിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ മക്കളുടെ ആ ഒരു സ്റ്റഡീസിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിന് നോക്കാൻ പറ്റും, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാനിവിടെ ഇരുന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എപ്പോഴും ഈ ഒരു വീഡിയോ ഇടുമ്പോൾ കുറേ ഡൗട്ട്സ് വരാറുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കാനും ശരിക്കും അങ്ങനെ തന്നെയാണോ അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോസ് പഠിക്കുന്നത് ആൽബഡോയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ആൽബഡോ എഡ്യൂക്കേറ്ററിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കൊടുക്കാം, പിന്നീട് കമൻറ്റിലുണ്ടാവും. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പം പുതിയ ക്ലാസ്സൊക്കെ തുടങ്ങാനായില്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സും അറിയിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. എന്നാലും ഇനി ജോയിൻ ചെയ്യാനുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്പറും ലിങ്കും കൊടുക്കാം, വാട്സപ്പ് ലിങ്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് ടു നമ്മളെ കിച്ചണിലോട്ട് കിടക്കാം. ഇന്നിപ്പോൾ കോൾസ്ലോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കോൾസ്ലോ ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ഇന്നത്തെ ഡിന്നർ എന്നുള്ളത്. വേറെ ഒന്നുമില്ല, ബ്രോസ്റ്റഡ് ഇക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുറേ നാളുകൾ ശേഷം. അതായത് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ബ്രോസ്റ്റഡ് കഴിച്ചിട്ടില്ല, അതിന് മുമ്പും കുറേ മുമ്പാണ് കഴിച്ചത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ഐറ്റംസ് കഴിച്ചില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇക്കാക്കാണെങ്കിലും ഒരുപാടൊന്നും കഴിക്കില്ല, എന്നാൽ ഒരു പീസൊക്കെ കഴിക്കും. കാരണം നമ്മൾ എത്ര നീ വേണ്ടതെന്ന് വെച്ചാലും ആ ഒരു കൊതി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴേ ഒന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ ഈ ബ്രോസ്റ്റഡ് ഇന്ന് കുറേ ദിവസമായി മക്കളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന് ബ്രോസ്റ്റഡാണ് ഡിന്നറ്. പിന്നെ കോൾസ്ലോ ഉണ്ടല്ലോ, ബ്രോസ്റ്റഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു മധുരം വേണം. അപ്പോൾ അത് കോൾസ്ലോ ഉണ്ടാക്കാൻ, കോൾസ്ലോ ഞാൻ എപ്പോഴും വീട്ടിലാണ് ഉണ്ടാക്കുക. ഇവിടെ പിന്നെ നാട്ടിൽ കോൾസ്ലോ അങ്ങനെ ബ്രോസ്റ്റഡിൻ്റെ കൂടെ ഒന്നും കിട്ടില്ലല്ലോ. UAE പിന്നെ എല്ലാം കിട്ടും. അപ്പം കോൾസ്ലോ ഉണ്ടാക്കാൻ അറിയും. ഞാൻ മുമ്പൊക്കെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ്. ക്യാബേജ് നല്ല ഫൈനായിട്ട് അരിയുക. അതിൻ്റെ ഒതൻറ്റിക് റെസിപ്പി അല്ല കേട്ടോ കാണിക്കുന്നത്, പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. മയണൈസും ഉപ്പ്, പഞ്ചസാര, ഉപ്പ് കുറച്ച് മതി, വിനാഗിരി എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി, കൂടുതലും ക്യാബേജ് എടുക്കേണ്ടത്, എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അതാണ് നമ്മുടെ കോൾസ്ലോ. പിന്നെ ഒതൻറ്റിക് റെസിപ്പിയിൽ തൈരായിട്ട് ചേർക്കാനുള്ളത്. അപ്പോൾ തൈര് എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ ഒതുക്കി വെക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം കൂടി വീഡിയോ എടുക്കുമ്പം എങ്ങനെയായാലും നമുക്കത് ശരിയാവില്ല. അപ്പോൾ കുറേ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വന്നിട്ട് നോക്കുകയാണ് ചെയർമ ഇരുന്നിട്ട്. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ഹൈറ്റിൽ ചെയർന്ന്. അപ്പോൾ ഇത് ശരിക്കും ആ ഹൈറ്റ് ചെയർസാണ്, ബാർ ചെയർസ് പോലെ ഹൈറ്റിൽ വരുന്ന ചെയറാണ്.
അപ്പം ടേബിള് അതിനനുസരിച്ച് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അരിനെല്ലിക്ക ഫ്രിഡ്ജിൽ നമ്മൾ അയൽവാസി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അയൽപക്കത്തുള്ളവർക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് മാങ്ങ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പച്ചക്കറികളൊക്കെ. അപ്പോൾ അതിലുള്ള അരിനെല്ലിക്കയാണ്. അപ്പോൾ റോഹി കഴിച്ചിട്ട് കുറേ നേരം ഇരുന്ന് കഴിക്കുന്നു. അവൾക്ക് അങ്ങനത്തെ പുളിയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടം. മുമ്പ് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കേണ്ട ആൾ. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടിപ്പം 40 ദിവസത്തിന് അടുത്തായി. ഇതുവരേക്കും ഈ സാധനങ്ങളൊന്നും എവിടെയും എന്താ പറയുക എത്തിപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ ഈ കിച്ചണിൻ്റെ റാക്കിൻ്റെ മുകളിലെ ഭാഗങ്ങളും 2 കിച്ചണിലും ഒന്നും ഫില്ലായിട്ടില്ല. അതുപോലെ നമ്മുടെ ബെഡ്റൂമിൽ വാർഡ്രോബിൻ്റെ അകത്തൊന്നും ഫില്ലാക്കിയിട്ടില്ല. എല്ലാം നമ്മൾ പെട്ടിയിലാണ് കിടക്കുന്നത് ഇപ്പോഴും. അപ്പോൾ സമയം കിട്ടുന്നില്ല ശരിക്കും. ഇതിനായിട്ട് നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ഒന്നും എടുക്കാണ്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ക്ലീനിങ് ഒന്നും ചെയ്യാണ്ട്. പക്ഷെ അത് പോസിബിൾ ആവുന്നില്ല. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചതാണ് നമ്മുടെ ഈ ഒരു ഹുഡ് ഹോബ് എവിടെ നിന്നാണെന്നുള്ളത്. ഇത് ഹാഫ്ലൻ്റെ ആണ്, നന്ദിലത്ത് ജിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബേണർ കണ്ടോ, ആ ഫ്ലെയിം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ. കാരണം അത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഫ്ലെയിം ഇട്ടാൽ. അതിൻ്റെ ഹുഡും ഹോബും ഹാഫ്ലൻ്റെ തന്നെയാണ്. ബെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രോസ്റ്റഡ് വന്നു, ബ്രോസ്റ്റഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വിശേഷങ്ങളാട്ടത്. ഒരു പെട്ടെന്നായിരുന്നു ആ ഒരു ട്രാൻസിഷൻ അല്ലേ. നമ്മൾ ബ്രോസ്റ്റഡ് കണ്ടപ്പോഴേ ഒക്കെ മറന്നുപോയി, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകലും അങ്ങനെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വിശേഷങ്ങളാണ്. ശരിക്കും മോർണിംഗ് ഉണ്ടല്ലോ, രാവിലെ ഇതുപോലെ കേർട്ടനൊക്കെ റേസ് ചെയ്ത് പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ വീടും ഫ്ലാറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള വീടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു രസമാണ്, ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറക്കുമ്പോഴേ. പക്ഷേ ഫ്ലാറ്റിൽ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണില്ലല്ലോ. പിന്നെ ഇന്ന് കടലക്കറിയും ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിന് കൂടെ വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കടലക്കറി തലേ ദിവസത്തെ കടലക്കറിയാണ്. അപ്പോൾ ഇക്കറിഞ്ഞു എനിക്ക് പഴം വാട്ടി ഉണ്ടാക്കിയാൽ മതിയെന്ന്. പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങി. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പുട്ടും ഈ ദോശയും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്നുള്ള. ഇവിടെ അതാണ് എല്ലാവർക്കും ഇഷ്ടം. ദോശ എല്ലാ ദിവസവും കഴിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. പുട്ട് പിന്നെ കുറച്ചധികം ദിവസം ഉണ്ടാക്കിയാലേ എല്ലാവരും ചൊറിയും. ദോശയ്ക്ക് പിന്നെ അങ്ങനത്തെ പരാതിയേ ഇല്ല കേട്ടോ. അപ്പം ഇത് പഴം നുറുക്കിയിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. സാധാ വാട്ടലല്ല, നെയ്യിൽ അത് വാട്ടിയിട്ട് അതിൻ്റെ കൂടെ വാടി വരുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ചെരുവിയതും അണ്ടിപ്പരിപ്പ് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് അങ്ങനെ. ആദ്യം ഞാൻ പഴം പുഴുങ്ങിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിങ്ങനെ വാട്ടിയെടുക്കുമ്പോഴേ പഴം വല്ലാണ്ട് ഉടയൂല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഗസ്റ്റ് വന്നത്. ഇക്കടെ അമ്മായിൻ്റെ മോളെ ഹസ്ബൻഡും ഫാമിലിയുമാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ അമ്മായിൻ്റെ മോളുടെ ഹസ്ബൻഡിന് നല്ല പരിചയം ഉണ്ടാവും. ഇവരാണ് അമ്മായിൻ്റെ മോളുടെ ഹസ്ബൻഡ്, ഉമ്മർ ഡോക്ടറൊക്കെ. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് പരിചയം ഉണ്ടാവും. ഓർത്തോ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറും കൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇതുപോലെ എന്ത് പൊട്ടലും അങ്ങനത്തെ കേസുകളുണ്ടെങ്കിലും ബോൺ റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ വേഗം നമ്മൾ ഉമ്മർ ഡോക്ടറെ അടുത്തൊക്കെ പോവുക. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. പിന്നെ അവരുടെ വൈഫാണ് ഈ വൈറ്റ് ചെറുതാറ്, ആൾ പ്രഗ്നൻ്റ് ആണ്. അതാണ് അമ്മേൻ്റെ മോളിക്കാണ്ട് കേട്ടോ. പിന്നെ അവരുടെ മൂത്തച്ഛയും പിന്നെ ഉമ്മയും പിന്നെ ഉമ്മ ഡോക്ടറും മക്കളും എല്ലാവരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർക്ക് പിന്നെ ഹൗസ് വാമിങ്ങിന് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ വീക്കെൻഡ്സിലല്ലായിരുന്നല്ലോ ഹൗസ് വാമിങ്. അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡ്സിലേ ഡോക്ടർക്ക് ലീവ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ലീവ് നോക്കിയിട്ട് വന്നതാണ്. എന്തായാലും സന്തോഷം. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. പിന്നെന്താ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.